സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങളിൽ നിസ്കാരം കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. ഇസ്ലാമിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ആരാധനാകർമ്മമാണ് സ്വതക്ക. സ്വതക്ക പല രീതികളിലുണ്ട്. ഐച്ഛികമായ സ്വതക്കകളുണ്ട്, നിർബന്ധമായ സ്വതക്കകളുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് 8 വിഭാഗം ആളുകൾക്കാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫീ സബീലില്ല എന്നതിൽ അവിടെ ഖണ്ഡിതമായി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്ന ആളുകൾക്കുള്ളതാകുന്നു ഈ വിഹിതം എന്ന് പറയുന്നത്. സക്കാത്ത് ചൂഷണത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സംഘടനകൾക്കിടെ മുസ്ലിം സമൂഹത്തിൽ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഓരോരുത്തരും അവരുടെ സക്കാത്ത് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക ബൈത്തുൽ മാലിൽ കൊടുക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ബൈത്തുൽ സക്കാത്ത് എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി വ്യാപകമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ സാധാരണക്കാരെ സക്കാത്തിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാൻ ഇടയാക്കുന്നു എന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങളിൽ നിസ്കാരം കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ സക്കാത്തിനെയും നിസ്കാരത്തെയും പലയിടങ്ങളിലും ഒന്നിച്ചാണ് പറയുന്നത് തന്നെ. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നിവയെ പോലെയുള്ള ഒരു ഇബാദത്താണ്. ഇബാദത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇബാദത്തിന് അതിൻ്റേതായ നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്, ചിട്ടവട്ടങ്ങളുണ്ട്. ഇപ്പം നിസ്കാരം, ഉദാഹരണത്തിന് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന് അതിൻ്റെ ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്. അസ്വലാ, നിസ്കാരം എന്ന വാക്കിനർത്ഥം പ്രാർത്ഥന എന്നാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ അത് നിസ്കാരമാകുകയില്ല. നിസ്കാരമാകണമെങ്കിൽ അതിന് അതിൻ്റേതായ രീതികളുണ്ട്. അതിൽ ഫർദ് നിസ്കാരമാണെങ്കിൽ ഫർദ് നിസ്കാരത്തിന് കൂടുതൽ നിബന്ധനകളുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളിൽ ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ ഇല്ലാത്തതുപോലെ. എന്നതുപോലെ ഇസ്ലാമിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ആരാധനാകർമ്മമാണ് സ്വതക്ക. സ്വതക്ക പല രീതികളിലുണ്ട്. ഐച്ഛികമായ സ്വതക്കകളുണ്ട്, നിർബന്ധമായ സ്വതക്കകളുണ്ട്. നിർബന്ധമായ സ്വതക്കയിൽ തന്നെ വിവിധ രീതികളിലുള്ള സ്വതക്കകളുണ്ട്. ആ നിർബന്ധമായ സ്വതക്കയിൽ ഇബാദത്തിൻ്റെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായ ആരാധനാകർമ്മമാണ്. അതുകൊണ്ട് തന്നെ ആ സക്കാത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ഇപ്പം നമ്മുടെ മുമ്പിൽ തർക്കത്തിലിരിക്കുന്നത് സക്കാത്തിൻ്റെ വിതരണ രീതിയുമായി ബന്ധപ്പെട്ടാണ്. 8 കൂട്ടം സമ്പത്തിലാണ് സക്കാത്ത് നിർബന്ധമായി വരുന്നത്. ലോകത്തെ എല്ലാ സമ്പത്തിലും സക്കാത്ത് നിർബന്ധമാകുന്നില്ല. അതേസമയത്ത് സ്വതക്ക നിർബന്ധമാകുന്ന ഘട്ടങ്ങളുണ്ട്. സക്കാത്ത് 8 കൂട്ടം സമ്പത്തിൽ മാത്രമാണ് നിർബന്ധമാകുന്നത്. കാരണം സക്കാത്തിൻ്റെ രീതി അങ്ങനെയാണ്. ഒരാൾക്ക് സുന്നത്ത് നിസ്കാരം എമ്പാടും നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാം. അതേസമയത്ത് ഫർദ് നിസ്കാരത്തിന് നിശ്ചിത സ്ട്രക്ചറുണ്ട്, നിശ്ചിത എണ്ണമുണ്ട്, നിശ്ചിത രീതിയുണ്ട്. എന്നതുപോലെ ഈ സക്കാത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ വളരെ ഖണ്ഡിതമായി പറഞ്ഞ ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബിഹിം വഫി റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹ്. ഇവിടെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് 8 വിഭാഗം ആളുകൾക്കാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫഖീർ, മിസ്കീൻ, അതേപോലെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ള ആളുകൾ, അതുപോലെ അടിമത്തമോചനം, അതുപോലെ വഴിയാത്രക്കാർ, ഫീ സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന പോരാളികൾ, സൈനിക പോരാട്ടം നടത്തുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ആളുകൾ, പ്രതിഫലം ഒന്നും കാക്ഷിക്കാതെ പോരാടുന്നവർ. എന്നാൽ ഈ സക്കാത്ത് ചൂഷണം ചെയ്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക്, പത്രങ്ങൾ നടത്താൻ, ചാനലുകൾ നടത്താൻ,
അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ ഒക്കെ ഉപയോഗിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, സലഫി, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ 8 വിഭാഗം ആളുകളിലെ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ളവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നുള്ളതിന് തെറ്റായ രീതിയിൽ അർത്ഥം നൽകി ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗം, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ഏതു നന്മയും അള്ളാഹുവിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് അള്ളാഹുവിൻ്റെ മാർഗമാണ്. അതുപോലെ പത്രം നടത്താൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതുപോലെയുള്ള ചാനലുകൾ നടത്താൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, മറ്റു മെഡിക്കൽ ക്യാമ്പുകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതാണ് എന്ന ഒരു തെറ്റായ അർത്ഥം ഇവർ നൽകുന്നുണ്ട്. പൂർവ്വഗാമികളായ നമ്മുടെ സലഫു സ്വാലിഹീങ്ങളായ ഇസ്ലാമിക ലോകത്തിൻ്റെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തിൻ്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായ ഒരു സമർത്ഥനവും ഒരു വ്യാഖ്യാനവും ഒരു തെറ്റായ രീതിയുമാണത്. ഫീ സബീലില്ല എന്നതിൽ അവിടെ ഖണ്ഡിതമായി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്ന ആളുകൾക്കുള്ളതാകുന്നു ഈ വിഹിതം എന്ന് പറയുന്നത്. 8 വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് ഫീ സബീലില്ലയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരാണ്. ഇവർ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ളവർ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ളവർ അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നത് ദൈവമാർഗത്തിലെ ഏതുമാകാം, ഏതു നന്മ പ്രവർത്തനവും ആകാം, ഏതു നല്ല പ്രവർത്തനവും ആകാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ഖുർആനിൻ്റെ മറ്റു പ്രയോഗങ്ങൾ അർത്ഥരഹിതമാണ്, അർത്ഥശൂന്യമാണ്, അപ്രസക്തമാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലേക്കാണ് അത് പോകുന്നത്. കാരണം ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള എല്ലാമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഫക്കീർ അത് അള്ളാഹുവിൻ്റെ മാർഗമല്ലേ, മിസ്കീൻ അള്ളാഹുവിൻ്റെ മാർഗമല്ലേ, അതുപോലെ ഈ വഴിയാത്രക്കാരനെ സഹായിക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗമല്ലേ. അങ്ങനെയെങ്കിൽ ഖുർആനിൽ അള്ളാഹുവിന് ഇത്ര പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങൾ ഇന്നമ സ്വദഖാത്തു ഫീ സബീലില്ലാ, തീർച്ചയായും സക്കാത്തുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏത് നന്മയുടെ മാർഗത്തിലും ചെലവഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഖുർആനിൽ അള്ളാഹു താല അങ്ങനെയല്ല പറഞ്ഞത്, ഈ 8 വിഭാഗങ്ങൾക്ക് മാത്രമാണ്. ഈ 8 വിഭാഗത്തിലും ഈ ഫീ സബീലില്ല എന്ന് പറയുന്നതിനെ ഈ മറ്റു 7 ഉൾക്കൊള്ളുമെങ്കിൽ, അതിൻ്റെയും അപ്പുറത്തുള്ളത് ഉൾക്കൊള്ളുമെങ്കിൽ അവിടെ ഇവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് 8 വിഭാഗത്തെ വേറെ, ഇത് ഫീ സബീൽ ഒഴികെയുള്ള 7 വിഭാഗത്തെ സെപ്പറേറ്റ് എണ്ണി പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതാണ് സക്കാത്ത് ചൂഷണത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സംഘടനകൾക്കിടെ മുസ്ലിം സമൂഹത്തിൽ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുന്ന ഇബാദത്തിൽ പാവങ്ങളായ പട്ടിണിപ്പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട, അവർക്ക് ആ രീതിയിൽ നൽകേണ്ട, ഒരു നിശ്ചയ രീതിയിൽ വിതരണം ചെയ്യപ്പെടേണ്ട സാധനത്തെ മറ്റെല്ലാ സംഘടനാ പ്രവർത്തനങ്ങൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് സക്കാത്തിൻ്റെ വിതരണ രീതിയാണ്. സക്കാത്തിൻ്റെ വിതരണ രീതിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അതുപോലെ ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ സക്കാത്തിൻ്റെ വിതരണ രീതികൾ പറയുന്നുണ്ട്. ഈ സക്കാത്തിൻ്റെ വിതരണ രീതിയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള രീതി ഉടമ നേരിട്ട് വസ്തു വിതരണം ചെയ്യുക എന്നുള്ളതാണ്. ഉടമ നേരിട്ട് സക്കാത്ത് വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ സക്കാത്ത് വിതരണം ചെയ്യുകയാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി മറ്റൊരു വ്യക്തിയെ വക്കാലത്താക്കുക എന്നതാണ്. മറ്റൊരു കമ്മിറ്റിയെ അല്ല, അല്ലെങ്കിൽ ഒരു സെല്ലിനെ അല്ല, ഒരു സൊസൈറ്റിയെ അല്ല, മറിച്ച് മറ്റൊരു വ്യക്തിയെ വക്കാലത്താക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ രീതി ഇസ്ലാമിക രാഷ്ട്രത്തിൽ സക്കാത്ത് പിരിക്കാൻ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആളുകൾക്ക് ഇത് നൽകുക എന്നതാണ് മൂന്നാമത്തെ രീതി. എന്നാൽ ബൈത്തുൽ സക്കാത്ത് എന്ന പേര് പറഞ്ഞിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. മാത്രമല്ല വിശ്വാസികളുടെ സക്കാത്തിനെ മറ്റൊരു രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ അവരുടെ ചാനലുകൾക്കും അവരുടെ പത്രങ്ങൾക്കും വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുന്ന വളരെ കുതന്ത്രപൂർവ്വമായിട്ടുള്ള ഒരു ശൈലിയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മറ്റു സംഘടനകളെ പോലെ അല്ല, വളരെ തന്ത്രപൂർവ്വമാണ് അവർ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ലോകത്ത് ഒരു സംഘടനയും അതിൻ്റെ ഭരണഘടനയിൽ സക്കാത്തിനെ വരുമാന മാർഗമായി കണ്ടത് ഉണ്ടാകില്ല. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഓരോരുത്തരും അവരുടെ സക്കാത്ത് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക ബൈത്തുൽ മാലിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ അവരുടെ സക്കാത്തിനെ
അവരുടെ പ്രാദേശിക ബൈത്തുൽ മാലിൽ കൊടുക്കണം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രാദേശിക ബൈത്തുൽ മാലിലെ ഭരണഘടനയുടെ അടുത്ത ഖണ്ഡികയിൽ പറയുന്നത്, ഈ പ്രാദേശിക ബൈത്തുൽ മാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സമ്പത്തിനെ ഇനി കേന്ദ്ര ബൈത്തുൽ മാലിൽ ലയിപ്പിക്കേണ്ടതാണ്. അങ്ങനെ കേന്ദ്ര ബൈത്തുൽ മാലിൽ നിന്നും പ്രാദേശിക ബൈത്തുൽ മാലിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിന്, ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സകാത്ത് വിനിയോഗിക്കാം എന്ന് ഖണ്ഡിതമായി ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ചില്ലറ കാര്യമല്ല. സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സകാത്തിനെ വിനിയോഗിക്കാമെന്ന് ഒരു പ്രസ്ഥാനം അതിൻ്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇത് മറച്ചു, അതിന് ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ കാലഘട്ടം മുതൽ അവർക്കുള്ളതാണ്. അവർ കാലങ്ങളായി അവരുടെ സക്കാത്ത് അങ്ങനെ തന്നെയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത കാലത്തായി ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു ശൈലി കൂടി സ്വീകരിച്ചു. സമൂഹത്തിൻ്റെ മുന്നിൽ മറയിടുന്ന വിധത്തിൽ ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നു കൂടി രൂപീകരിച്ചു. ഒരു സംഘടനയ്ക്ക് എന്തിനാണ് ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞിട്ടും ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞിട്ടും സക്കാത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, സക്കാത്ത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സംഘടന അല്ലെങ്കിൽ രണ്ട് സംവിധാനം എന്തിനാണ് എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ഒരു സംഘടനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തുൽ മാലുമായി ബന്ധപ്പെട്ട് സമൂഹം തെറ്റിദ്ധരിക്കാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങളുണ്ട്. ജമാഅത്ത് പ്രവർത്തകരെല്ലാം ബൈത്തുൽ മാലിൽ, ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ടുള്ള ബൈത്തുൽ മാലിൽ സക്കാത്ത് അടക്കണമെന്നും അങ്ങനെ അത് സംഘടനാ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വിനിയോഗിക്കണമെന്നും ഖണ്ഡിതമായി എഴുതി വച്ചിട്ടുള്ളതാണ്. അതിനു പുറമെ ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബൈത്തുൽ സക്കാത്ത് എന്ന പേരിൽ ഒരു സംവിധാനവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്തിറങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായും വിശ്വാസികളുടെ സക്കാത്ത് അനർഹമായ രീതിയിൽ അത് വിനിയോഗിക്കപ്പെടുന്ന സമയത്ത് അതേക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമായി വരുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി ഇപ്പോൾ പ്രബോധനത്തിൻ്റെ 50-ാം വാർഷിക പതിപ്പിൽ അവർ രേഖപ്പെടുത്തിയത് കാണാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ധനാഗമന മാർഗങ്ങൾ 3 എണ്ണമാകുന്നു. 1 പുസ്തക വിതരണം, പുസ്തക കച്ചവടം. 2 സക്കാത്ത്. 3 സംഭാവന. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വരുമാനം തന്നെ. അവർ ജാഥ നടത്തുന്നത്, സമ്മേളനം നടത്തുന്നത്, ക്യാമ്പയിനുകൾ നടത്തുന്നത് ഒക്കെ വിശ്വാസികളുടെ ഈ സക്കാത്ത് സമാഹരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സക്കാത്തിനെ തെറ്റായ രീതിയിൽ വിനിയോഗിക്കപ്പെടുമ്പോൾ ഇനി 100% ബൈത്തുൽ സക്കാത്ത് എന്ന പേരിൽ ഈ സംഘടന ഒരു സംവിധാനം രൂപീകരിച്ച് 100% അവകാശികളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണെങ്കിൽ പോലും അവിടെ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് പ്രശ്നങ്ങളുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, സക്കാത്ത് വിതരണത്തിൻ്റെ രീതികൾ 3 എണ്ണമാണ്. 1 വ്യക്തികൾ നേർക്കുനേർ നൽകുക എന്ന, അതാണ് അതിൻ്റെ ഏറ്റവും സ്വീകാര്യയോഗ്യമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള, ഏറ്റവും മഹത്തരമായിട്ടുള്ള രീതി. രണ്ടാമത്തത് ഏതെങ്കിലും ഒരു വ്യക്തിയെ വക്കാലത്താക്കുക എന്നുള്ളത്, സംഘടനയെ അല്ല. അതേപോലെ ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ളതാണ് പിന്നെ ഭരണകൂടം പിരിച്ചെടുക്കുക എന്നുള്ളത്. ഇവിടെ വ്യക്തികൾ വിതരണം ചെയ്യുക എന്നതിൽ തന്നെ 3ാം കക്ഷിയായിട്ടുള്ള ഈ പറയുന്ന സക്കാത്ത് സെല്ല് അല്ലെങ്കിൽ സക്കാത്ത് കമ്മിറ്റി, ബൈത്തുൽ സക്കാത്ത് തുടങ്ങിയ 3ാം കക്ഷിയുടെ മധ്യസ്ഥത അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ, അവർ മീഡിയേറ്റർമാരാകാതെ, അവർ മധ്യവർത്തികളാകാതെ തന്നെ നേർക്ക് നേരെ സക്കാത്തിൻ്റെ ഉടമകൾ അവകാശികൾക്ക് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ വിതരണം ചെയ്യാൻ സാധിക്കും. ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലെയുള്ള ബൈത്തുൽ സക്കാത്ത് പോലെയുള്ള സംവിധാനങ്ങളെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫിഖഹിയായ നിയമത്തിൻ്റെ പേരിൽ നമ്മൾ ഇത് എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെതിരെയുള്ള, പ്രത്യേകിച്ച് സുന്നികൾക്കെതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത് ഇവർ എല്ലാത്തിനെയും എതിർക്കുന്നവർ, ഇവർ ശാസ്ത്രീയമായ വിതരണത്തിൻ്റെ എതിരാളികൾ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സക്കാത്ത് എന്നത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾ പാലിച്ചിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ വ്യക്തമാവും. ഇപ്പോൾ ഒരാൾ പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുക എന്നുള്ളത്, 5 പവൻ്റെ പഴയ സ്വർണം കൊടുത്ത് 4.5 പവൻ്റെ പുതിയ സ്വർണം വാങ്ങുക എന്നുള്ളത് ഇസ്ലാമിക വീക്ഷണത്തിൽ ഹറാമായിട്ടുള്ള, തെറ്റായിട്ടുള്ള വസ്തുവാണ്, വിഷയമാണ്. കാരണം സ്വർണത്തിന് പകരം വാങ്ങുക എന്നത് ഇസ്ലാമിക വീക്ഷണത്തിൽ പലിശ വരുന്ന വിഷയമാണ്. മറിച്ച് സ്വർണത്തെ
സ്വർണത്തിന് പകരം വാങ്ങുമ്പോൾ അത് തുല്യത്തിന് തുല്യം, റൊക്കത്തിന് റൊക്കം എന്നൊക്കെ ഇസ്ലാമിക നിയമമാണ്. ഈ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ പലിശയാകും. എന്നാൽ ഇതേ വ്യക്തി തന്നെ ഈ സ്വർണം 4.5 പവൻ്റെ 5 പവൻ്റെ സ്വർണം വിറ്റിട്ട് ആ വിറ്റ പൈസ കൊണ്ട് 4.5 പവൻ്റെ പുതിയ സ്വർണം, ആ പണം കൊണ്ട് 4.5 പവൻ്റെ സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൊത്തത്തിൽ ഏകദേശം ഇത് രണ്ടും ഒന്നല്ലേ എന്ന് തോന്നും. പക്ഷേ ഇസ്ലാമിക നിയമം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പോലും പ്രയാസകരമാകുന്ന ചില വിഷയങ്ങൾ അവിടെയുണ്ട് പലിശയുമായി ബന്ധപ്പെട്ട. എന്നതുപോലെ തന്നെയാണ് സക്കാത്തിൻ്റെ വിഷയത്തിലും. എന്താണ് വ്യക്തിയെ വക്കാലത്താക്കിയാൽ, സംഘടനയെ വക്കാലത്താക്കിയാൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്ലാമിക നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി, വളരെ ക്ലിയറായി പറയുന്നു, നമ്മൾ സംഘടിത സക്കാത്തിന് എതിരല്ല. ആളുകൾ ഇപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ അനുശാസിക്കുന്ന വിധത്തിലുള്ള സംഘടിത സക്കാത്ത് പറ്റുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാട്ടിലെ സക്കാത്തിൻ്റെ ദായകന്മാർ, അത് കൊടുക്കുന്ന മുതലാളിമാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവർ എല്ലാവരും, ഇപ്പോൾ ഒരു മഹലിലെ 20 ആളുകൾ സക്കാത്ത് കൊടുക്കാൻ സക്കാത്തിൻ്റെ ഉടമസ്ഥരായിട്ടുണ്ട് എങ്കിൽ അവരെല്ലാവരും ആ വർഷത്തെ സക്കാത്ത് ആ നാട്ടിലെ സെലക്ട് ചെയ്യപ്പെട്ട ഏതാനും പാവങ്ങൾക്ക് കൊടുത്തു. അവരെല്ലാവരും കൊടുത്തു. അതിന് ഒരു ആളെ വക്കാലത്താക്കുകയോ ഒന്നും വേണ്ട. പള്ളിയിൽ നിന്ന് ഇമാം അല്ലെങ്കിൽ കമ്മിറ്റി നിർദ്ദേശിക്കുന്നു, ഇതാ നിങ്ങളെല്ലാവരും ഈ വർഷം സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഇന്ന ഫാമിലികൾക്കാകുന്നു, ഇന്ന വ്യക്തികൾക്കാകുന്നു എന്ന ഒരു നിർദ്ദേശം മാത്രം മതി. ചെറിയൊരു പണിയുടെ ഇതേ ഉള്ളൂ, 3-ാം കക്ഷിയുടെ ആവശ്യമില്ലാതെ ഒരു നിർദ്ദേശം മാത്രം മതി. ഇതാ ഈ വർഷം നമ്മുടെ മഹലിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ഇന്നവരാകുന്നു, അല്ലെങ്കിൽ ഏറ്റവും അവകാശികളായ ആളുകൾ ഇന്നവരാകുന്നു എന്ന ഒരു നിർദ്ദേശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടമകൾക്ക് നേരിട്ട് വിതരണം ചെയ്യാം. ഇവിടെ മഹലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് അവർക്ക് വിതരണം. ഇനി പള്ളിയുടെ നിർദ്ദേശമില്ല എങ്കിൽ പള്ളിയുടെ ഇപ്പോൾ ആപ്പുകളൊക്കെയുള്ള മഹല്ലുകൾ ഉണ്ടാകും. അപ്പോൾ അവരുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മഹലിലെ ഏറ്റവും പാവപ്പെട്ടവരാര് എന്ന് സ്ഥിതി വിതരണ കണക്കിൽ നിന്ന്, അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ സക്കാത്തിൻ്റെ മുതലാളിമാർക്ക് വളരെ പെട്ടെന്ന് ഒരു 3-ാം കക്ഷിയുടെ ഇടപെടലില്ലാതെ അവകാശികൾക്ക് വിതരണം ചെയ്യാൻ പറ്റും. ഇതൊരു വിതരണത്തിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയാണ്. അല്ലെങ്കിൽ ആ നാട്ടിലെ വിശ്വസ്തനായ ഖാദി, ഇമാമ്, അല്ലെങ്കിൽ മഹല്ലിലെ ഏറ്റവും കമ്മിറ്റി അംഗങ്ങളിൽ വിശ്വസ്തനായ ഒരാൾ, ഇങ്ങനെ വിശ്വസ്തരായ ആരെയെങ്കിലും ആ നാട്ടിലെ മുഴുവൻ ആളുകളും വക്കാലത്തേൽപ്പിക്കുന്നു. എന്നിട്ട് ആ വ്യക്തി വിതരണം ചെയ്യുന്നു. ഇതും പറ്റുന്നതാണ്. ഇങ്ങനെ വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മുടെ മഹല്ലുകളിലും നാടുകളിലും തന്നെ ബൈത്തുൽ സക്കാത്ത് പോലെയുള്ള, സക്കാത്ത് കമ്മിറ്റികൾ പോലെയുള്ള സംവിധാനങ്ങളുടെ ഇടപെടലില്ലാതെ സക്കാത്ത് വളരെ മനോഹരമായി വിതരണം ചെയ്യാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞിരിക്കെയാണ് ഇവിടെ ബൈത്തുൽ സക്കാത്ത്, അതുപോലെ ബൈത്തുൽ മാല് എന്നൊക്കെ പറഞ്ഞിട്ട് സക്കാത്ത് ചൂഷണം ചെയ്യാനും അതിനെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാനും ചിലർ ശ്രമിക്കുന്നത്. ആ ശ്രമങ്ങളെ കണ്ടറിയുക എന്നതും അത് തിരിച്ചറിയുക എന്നതും വിശ്വാസികളുടെ ബാധ്യതയാണ്. ഇത് നാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.